Hi everyone, it's me Rahul. Welcome to Mentor FX YouTube channel. സോ നമുക്ക് ഇതൊരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ അല്ല, ഇത് ഓർഡർ ഫ്ലോ എന്താണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു വീഡിയോ ആണ്. ഓർഡർ ഫ്ലോ എങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ ലൈവ് മാർക്കറ്റിൽ, എങ്ങനെയാണ് എന്തൊക്കെ കാര്യം ഒരു ഓർഡർ ഫ്ലോയിൽ കൂടെ നമ്മൾ നോക്കണം, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് പോകാം. ഓർഡർ ഫ്ലോ എന്താ നമുക്ക് പഠിക്കാം. സോ ഇത് നമ്മുടെ ദെൻ പ്ലാറ്റ്ഫോമാണ്. അതായത് ദെൻ അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയാം, ഇതാണ് ദെന്നിൻ്റെ ഇൻ്റർഫേസ്. ഇത് ദെന്നിൽ ട്രേഡ് ചെയ്യാൻ, അതായത് ദെന്നിൽ നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ, ഇത് ഇന്നിപ്പം 14th നൈറ്റ്, നിങ്ങളുടെ രാത്രി 14 രാത്രി ഞാൻ എടുക്കുന്ന വീഡിയോ ആണ്. സോ നമ്മുടെ എക്സ്പയറി ഡേ ആയുള്ള ചൊവ്വാഴ്ച, 14 ചൊവ്വാഴ്ച രാത്രിയിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഐ തിങ്ക് 15 നാളെ രാവിലെ നിങ്ങൾ വരുമ്പം ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും. സോ നമുക്ക് എങ്ങനെയാണ് ദെന്നിലൂടെ ഒരു ഓർഡർ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ദെൻ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡാറ്റ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് വ്യൂവിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. ക്യാഷ് കൊടുത്ത് പെയ്ഡ് ചെയ്ത് മേടിക്കേണ്ട ഡാറ്റ ഫ്രീ ആയിട്ട് എങ്ങനെ കിട്ടും ഞാൻ പറഞ്ഞുതരാം. സോ ഇത് നമ്മുടെ ദെന്നിൻ്റെ ഇൻ്റർഫേസ് ആണ്. സോ ഇതിൻ്റെ താഴെ മോർ പവർ ടു യു, ഡെക്സ് T3 എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, ഡെക്സ് T3. സോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു ഇൻ്റർഫേസ് തുറന്നു വരും. സോ ഇത് ദെന്നിന് തന്നെ നമ്മുടെ അക്കൗണ്ടിൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്കിത് ഓപ്പൺ ചെയ്യാം. സോ ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് തുറന്നു വരിക. സോ നമുക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഓരോന്നായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലൈവ് ന്യൂസും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാം. സോ ഞാൻ ആ മുകളിലുള്ള എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഇവിടെ വിഡ്ഗെറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, വിഡ്ഗെറ്റ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഇവിടെ ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, ഓർഡർ ഫ്ലോ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഓർഡർ ഫ്ലോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. സോ നമുക്കിതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. സോ ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം, നമ്മുടെ ഈ ചാർട്ട് എടുത്ത് ഇവിടെ കൊണ്ടിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓർഡർ ഫ്ലോയുടെ ചാർട്ട്, രണ്ട് ചാർട്ടും ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് ഇത് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇത് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് ഇവിടെ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് അവിടെ നിഫ്റ്റിയുടെ ചാർട്ട്. ഇന്നത്തെ 15 മിനിറ്റ്സിൻ്റെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇവിടെ നമുക്ക് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ തുറക്കാം. ഇവിടെ ഞാൻ നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഓപ്പണായി വന്നതാണ് ഓർഡർ ഫ്ലോ ചാർട്ട്. അതായത് ഇന്ന് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ഇതായിരുന്നു. ഇത് ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിലാണ്. ആൻഡ് ഇത് നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ ചാർട്ടാണ്. സോ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ്, ഓരോ ക്യാൻഡിലിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഓർഡർ ഫ്ലോ. സോ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത് നമ്മുടെ റിയൽ ചാർട്ട്. ഇത് നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ട്. നിഫ്റ്റിയുടെ ഈ ക്യാൻഡിലുണ്ടായ ഓരോരോ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് കാണുന്നത്. വാട്ട് ഈസ് ഓർഡർ ഫ്ലോ, എങ്ങനെയാണ് ഓർഡർ ഫ്ലോ നോക്കേണ്ടത്, ഇതെല്ലാം ഞാനിവിടെ പറഞ്ഞുതരാം. സോ സിംഗിൾ ക്യാൻഡിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇവിടെ നമുക്ക് എന്തൊക്കെ വാല്യൂ കാണുന്നത്, ടോട്ടൽ സെൽ. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടോട്ടൽ സെൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ നടന്നിട്ടുള്ള ടോട്ടൽ സെല്ലിംഗ് വോളിയമാണ്. ഈ ക്യാൻഡിൽ നടന്നിട്ടുള്ള ടോട്ടൽ സെല്ലിംഗ് വോളിയമാണ് ഇവിടെ കാണുന്നത്. ഇത് ഞാനിപ്പോൾ കളയുന്നത് തൽക്കാലം ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കാണുന്നത് ടോട്ടൽ സെല്ലിംഗ് വോളിയമാണ്. സോ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ടോട്ടൽ ബൈയിങ് വോളിയം. അപ്പോൾ ഈ ക്യാൻഡിൽ എത്ര ബൈയിങ്ങും എത്ര സെല്ലിങ്ങും നടന്നിട്ടുണ്ടെന്നാണ് ഈ കാണിക്കുന്നത്, ടോട്ടൽ ബൈ ആൻഡ് ടോട്ടൽ സെൽ. സോ ടോട്ടൽ സെൽ അല്ലെങ്കിൽ ടോട്ടൽ ബൈ മൈനസ് ടോട്ടൽ സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ വാല്യൂ കിട്ടും. അതായത് 1,39,000 മൈനസ് 1,03,000. അപ്പം ഈ ഒരു ക്യാൻഡിൽ ടോട്ടൽ ബൈയിങ് മൈനസ് ടോട്ടൽ സെൽ. അപ്പം ഇത് ഡെൽറ്റ പോസിറ്റീവ് ആണെങ്കിൽ ഈ ക്യാൻഡിൽ ഡൊമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? ഡൊമിനേറ്റ് ചെയ്യുന്നത് ബയ്യറാണ്. അതായത് ഈ ടോട്ടൽ ബൈയും ടോട്ടൽ സെല്ലിങ് കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ആരാണ് കൂടുതലുള്ള ബൈയിങ് ആണ്. അതുകൊണ്ടാണ് ഇതൊരു ഗ്രീൻ കളർ ക്യാൻഡിലായി മാറിയത്. സോ മേ ബി ഇവിടെ ഡെൽറ്റ വാല്യൂ പോസിറ്റീവ് ആണ്. ഇത് റെഡ് കളർ ആണെങ്കിലും നമുക്ക് വേണ്ടത് ഡെൽറ്റയാണ്, ഈ കളറുള്ള ക്യാൻഡിലല്ല. നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് അപ്പോഴും ഒരു സെല്ലറാണ് ഡൊമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ താഴെ കാണുന്നുണ്ട് ക്യുമുലേറ്റീവ് ഡെൽറ്റ. അതായത് ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പം മുതൽ മുന്നോട്ട് ഉള്ള ഡെൽറ്റ ആണ് ക്യുമുലേറ്റീവ് ഡെൽറ്റ. അതായത് ഇതിപ്പം ഡെൽറ്റ ഓരോ ക്യാൻഡിലും മാറിക്കൊണ്ടിരിക്കും, ഓരോരോ ക്യാൻഡിലും ഡെൽറ്റ മാറിക്കൊണ്ടിരിക്കും.
സോ കമ്മ്യൂണിറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂണിറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത് രാവിലെ മുതൽ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ വൈകുന്നേരം വരെ ഉള്ള ഫുൾ മാർക്കറ്റിൻ്റെ ഡെൽറ്റേനെയാണ്, ടോട്ടൽ ഡെൽറ്റേനെയാണ് ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഓരോ സിംഗിൾ ക്യാൻഡലിലെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നതിനെയാണ് നമ്മൾ ഈ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ഡെൽറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 36,000 ആണുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ക്യാൻഡിൽ 23,000 വന്നിട്ടുള്ളത്. അപ്പം ബട്ട് 36,000 നിന്ന് എന്താണ്? വോളിയം കുറഞ്ഞ് വരികയാണ്. അതായത് ബൈയിങ്ങും സെല്ലും വോളിയവും കുറഞ്ഞ് വരികയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 36,000 നിന്ന് അടുത്ത ക്യാൻഡിൽ വന്നപ്പം കുറഞ്ഞു, അതായത് ബയ്യറൂടെ കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി നെക്സ്റ്റ് എന്തായി? അത് കഴിഞ്ഞിട്ട് വെരി നെക്സ്റ്റ് എന്തായി? വോളിയം പിന്നെയും കുറഞ്ഞു. ഓക്കെ, ബയ്യർ വോളിയം പിന്നെയും കുറഞ്ഞു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ കാണുന്നത് VWAP ആണ്. ഓക്കെ, VWAP. അപ്പം മാർക്കറ്റ് മുകളോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഡെൽറ്റ കുറഞ്ഞ് വരുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ബൈയിങ് സ്ട്രെങ്ത് മാർക്കറ്റ് കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ടോട്ടൽ വോളിയം ഡെൽറ്റ POC എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ 26,000. ഈ മൊത്തം ക്യാൻഡിൽ ഏറ്റവും കൂടുതൽ ബൈയിങ്ങും സെല്ലിങ്ങും നടന്നിട്ടുള്ള ഏരിയനെ നമ്മൾ പറയുന്ന പേരാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബൈയിങ്ങും സെല്ലിങ്ങും നടന്നിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇത് ഒന്നും കൂടെ വലുതാക്കി നോക്കിക്കഴിഞ്ഞാൽ, ഒന്നും കൂടെ വൈഡാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും VAH. ഇവിടെ നോക്കിയാൽ മതി, VAH ആൻഡ് VAL. VAH എന്ന് പറഞ്ഞാൽ വാല്യൂ ഏരിയ ഹൈ, VAL എന്ന് പറഞ്ഞാൽ വാല്യൂ ഏരിയ ലോ. ഓക്കെ, ഇത് ക്യാൻഡിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വാല്യൂ ഏരിയ ഹൈ ആൻഡ് വാല്യൂ ഏരിയ ലോ. വാല്യൂ ഏരിയ ഹൈ, വാല്യൂ ഏരിയ ലോ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഏരിയ ഹൈ ആൻഡ് വാല്യൂ ഏരിയ ലോയുടെ മിഡിലാണ് ഏറ്റവും കൂടുതൽ ബൈയിങ്ങും സെല്ലിങ്ങും നടന്നിട്ടുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ POCയും വന്നിരിക്കുന്നത്, അതായത് പോയിൻ്റ് ഓഫ് കൺട്രോൾ POC. ഓക്കെ, പോയിൻ്റ് ഓഫ് കൺട്രോൾ ഏറ്റവും കൂടുതൽ ബൈയിങ്ങും സെല്ലിങ് നടന്ന ഏരിയ എവിടെയാണ് വന്നിട്ടുള്ളത്? വാല്യൂ ഏരിയ ഹൈയുടെയും വാല്യൂ ഏരിയ ലോയുടെയും ഇടയിൽ. അതാണ് ഈ VAH ആൻഡ് VAL സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ തൊട്ട് താഴെ ഇവിടെ കാണുന്നത്, ഇവിടെ എന്താ കാണുന്നത്? ഇത് നമ്മുടെ ടോട്ടൽ വോളിയമാണ്. ഈ കാണുന്നത് ഈ ബാർ എന്താണ്? ഇത് വോളിയം ബാർ. അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ബാറ് ക്യുമുലേറ്റീവ് വോളിയം. അതായത് ടോട്ടൽ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള ടോട്ടൽ വോളിയമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ സൈഡിൽ വേറൊന്ന് കാണാം. ഈ കാണുന്നത് ഞാൻ ചെറുത് റീഫ്രഷ് ചെയ്യാം. ഇവിടെ കാണുന്നത് ആണ് നമ്മൾ ട്രേഡിങ് ചെയ്യുന്നവർ അറിയാം, വോളിയം പ്രൊഫൈൽ എന്ന് പറയും. വോളിയം പ്രൊഫൈലാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ കാണുന്നത് വോളിയം പ്രൊഫൈൽ. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കണ്ടു? ഡെൽറ്റ എന്ന് പറഞ്ഞത് ടോട്ടൽ ബൈയിങ് ആൻഡ് ടോട്ടൽ സെൽ ആൻഡ് മൈനസ് ടോട്ടൽ ബൈ എന്താണ്? അതാണ് ഡെൽറ്റ. ഒരു ക്യാൻഡിൽ നടന്ന മൊത്തം ബൈയിങ്ങും മൊത്തം സെല്ലിങ്ങും കൂടെ മൈനസ് ചെയ്ത് കിട്ടുന്നത്. അപ്പം ഇത് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? മാർക്കറ്റിലെ സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവാണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? മാർക്കറ്റിലെ ഈ ക്യാൻഡിലിൽ ബയ്യറാണ് അഗ്രസീവ്. കളർ നോട്ട് മാറ്റർ ആണ്. ഇവിടുന്ന് മുകളിലോട്ട് കയറി വരുമ്പോൾ ഡെൽറ്റ കുറഞ്ഞ് വരുന്നുണ്ട്. അതായത് അഗ്രഷൻ കുറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പം ക്യുമുലേറ്റീവ് വോളിയം 59.5K. അതെന്താണ്? 36 + 23K. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വോളിയം ആണ് ക്യുമുലേറ്റീവ് വോളിയം എന്ന് പറയുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് സിംഗിൾ ക്യാൻഡിൽ വോളിയം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തപ്പം ഇതും ഈ 23 കൂടെ ആഡ് ചെയ്തപ്പോൾ ഇത് കിട്ടി 59K. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അടുത്ത മുകളിൽ ഡെൽറ്റ നെഗറ്റീവായി. ഈ 59 -26K ആയപ്പം 56K ആയി, അതായത് നെഗറ്റീവായി തുടങ്ങി. വെരി നെക്സ്റ്റ് വീണ്ടും അവിടെ ഒരു ഡോജി ക്യാൻഡിൽ വന്നു, അതിലും ആരാ കൂടുതൽ? നെഗറ്റീവാണ്. അപ്പം നമുക്കിവിടെ എന്ത് മനസ്സിലായി? ഇവിടെ നമുക്ക് ബൈ ഡാറ്റ നമുക്ക് മനസ്സിലായി തുടങ്ങി എന്താണ്? സെല്ലർ അഗ്രസീവ് ആയി തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ. അതായത് ബയറിനെ കൂടുതൽ സെല്ലർ വരാൻ തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് ആവറേജ് വോളിയം പ്രൈസ്, അതായത് VWAP എന്ന് പറയും ഈ ലൈനെ. അപ്പം ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ താഴെ വന്നു. അപ്പോൾ അതിനകത്ത് 23K ഡെൽറ്റ, അതായത് മൈനസ്. അപ്പോൾ ടോട്ടൽ ബൈങ്ങിനെക്കാട്ടി കൂടുതൽ ആര് വന്നു? ടോട്ടൽ സെല്ലിങ് വന്നിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ബൈങ്ങിനെക്കാട്ടി കൂടുതൽ ടോട്ടൽ സെല്ലിങ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ 23K വന്നിട്ടുണ്ട്. അപ്പം
നമുക്ക് ഇവിടുന്ന് അപ്പോൾ നമുക്ക് എന്ത് കൺഫേം ആയി മാർക്കറ്റിൽ സെല്ലർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാം അല്ലേ. ഇത്രയും ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെടുക്കാം, ഒരു എൻട്രി എടുക്കാം എന്ന് മനസ്സിലായി. അപ്പം ഈ 53K ഇവിടുന്ന് 54K ആയിരുന്നു ക്യുമുലേറ്റീവ് വോളിയം. അതിൻ്റെ -23 എത്തിയപ്പം ടോട്ടൽ ഉണ്ടായിരുന്ന രാവിലെ ഉണ്ടായിരുന്ന 36 സിംഗിൾ ക്യാൻഡിൽ ഉണ്ടായിരുന്ന ക്യുമുലേറ്റീവിനെക്കാട്ടി മൈനസിൽ പോയി. ഒരു 6K വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ ക്യുമുലേറ്റീവ് വോളിയം. അപ്പോൾ അനുസരിച്ച് മാർക്കറ്റ് അങ്ങോട്ട് വന്നു, താഴോട്ട് വന്നു. സോ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുത്താണെങ്കിൽ നമുക്ക് ഡേ ലോ നമുക്ക് താഴെ കൊണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് സെല്ല് ചെയ്യായിരുന്നു, ഒരു ക്വിക്ക് സ്കാൽപ്പ് ട്രേഡൊക്കെ ഇവിടുന്ന് ചെയ്യായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ്, ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ നമുക്ക് അവിടെ ഒരു ബൈങ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. പക്ഷേ അവിടെ ഈ ക്യാൻഡിൽ ടോട്ടൽ ആരോ ഉള്ളത്, സെല്ലറാണ് കൂടുതലുള്ളത്. അപ്പോൾ സെല്ലർ മൈനസ് ബയർ ആയപ്പം ഡെൽറ്റ എന്താ നെഗറ്റീവായി. സോ ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ നെഗറ്റീവാണ് ഇവിടെ ഡെൽറ്റ, ഇവിടെ സെല്ലിങ്ങാണ് നടന്നിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ട് നിങ്ങളൊരു ക്യാൻഡിൽ കണ്ട് ബൈ ചെയ്യാൻ പോകത്തില്ല. കാരണം എന്താണ്, ഇവിടെ ഡെൽറ്റ നെഗറ്റീവാണ്. ക്യുമുലേറ്റീവ് വോളിയം എന്തായിട്ടുണ്ട്, ടോട്ടൽ രാവിലെ മുതലുള്ള ക്യുമുലേറ്റീവ് വോളിയം ഇവിടെ നെഗറ്റീവായിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റ് ഗ്രീൻ ആണെങ്കിൽ പോലും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്, പക്ഷേ ഡെൽറ്റ എന്താണ്, നെഗറ്റീവാണ്. ഓക്കെ, സോ അതിന് ഉദാഹരണം ഇവിടെയാണ്. സോ ഇവിടെ മെല്ലെ ഡെൽറ്റാസ് +4K വന്നിട്ടുണ്ട്. അതായത് 7000 ഡെൽറ്റ പ്ലസ് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ. പക്ഷേ വെരി നെക്സ്റ്റിൽ ഡെൽറ്റ എന്ത് വന്നു, +130. ഓക്കെ, ചെറിയ വെറും 130 ഡെൽറ്റ. ഓക്കെ, അത് പോസിറ്റീവ് ആണെങ്കിലും സെല്ലറാണ് കൂടുതലുള്ള. ടോട്ടൽ ക്യുമുലേറ്റീവ് വോളിയം എന്താണ്, സെല്ലിംഗ് ആണ്. അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വീണു. അത് കഴിഞ്ഞ് മാർക്കറ്റ് അപ്പ് ഡൗൺ മൂവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ രാവിലെ മുതൽ ക്യുമുലേറ്റീവ് വോളിയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ആരാണ് ടോട്ടലായിട്ട് അഗ്രസീവായിട്ട് നിൽക്കുന്നത് ആരാണ്, നമ്മുടെ സെല്ലറാണ്. അതെന്ത് വെച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് ഡാറ്റ വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഡാറ്റ വെച്ച് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിൽ നമ്മുടെ അക്യുറസി അത്രയും കൂടും അല്ലേ. ട്രേഡിംഗ് എടുക്കാനുള്ള അക്യുറസി അത്രയും കൂടും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേന് മാർക്കറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്, താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് ഇവിടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയും മാർക്കറ്റ് എങ്ങോട്ട് പോയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേന് 15 മിനിറ്റ്സ് വരട്ടെ. വൈകുന്നേരം ആകുമ്പോഴത്തേന് മാർക്കറ്റ് എങ്ങോട്ട് വീണിട്ടുണ്ട്, താഴോട്ട് വീണിട്ടുണ്ട് കേട്ടോ. മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട്. സോ അപ്പം ഇത് നമ്മൾ പഠിച്ച പോലെ അതായത് ഓർഡർ ഫ്ലോ കൂടെ ഇതിനകത്തായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് എന്ത് മനസ്സിലായി, മാർക്കറ്റ് താഴോട്ട് പോകും എന്ന് നമുക്ക് രാവിലെ മുതൽ തന്നെ ബൈ എന്ത് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി, ബൈ ഡാറ്റ വെച്ചിട്ട് മനസ്സിലായി അല്ലേ. സോ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഇതിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇംബാലൻസ് റേഷ്യോനെ കുറിച്ചൊക്കെ ഞാൻ അടുത്തതിൽ പറയാം. വോളിയം പ്രൊഫൈൽ സൈഡിൽ വരുന്നതാണ് വോളിയം പ്രൊഫൈൽ. ഓക്കെ, വോളിയം ബാർ ഇവിടെ, അത് വേണമെങ്കിൽ ഓഫാക്കി ഓണാക്കി ഇടാം. ക്യുമുലേറ്റീവ് ഡെൽറ്റ ബാർ ഇതിൻ്റെ താഴെയുള്ള ക്യുമുലേറ്റീവ് ഡെൽറ്റ ബാർ അത് നമുക്ക് ഓണാക്കി ഇടാം. വി വാപ്പ് നമുക്ക് ഓഫാക്കി ഓണാക്കി ഇടാം. ക്യാൻഡിൽസ് വേണ്ട, ഓൺലി ഇത് മാത്രം മതി, അത് വേണമെങ്കിൽ ഓഫാക്കി ഇടാം. ഡെൽറ്റ ഓഫാക്കി ഓണാക്കി ഇടാം. സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ സെറ്റിങ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നതെന്ന്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. സോ ഇതിനുവേണ്ടി ഞാൻ ഇന്ന് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കഴിഞ്ഞു പോയ ബാച്ചിന് ഒരു ക്ലാസ് വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. സോറി, ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു ഇന്ന് നമ്മുടെ ക്ലാസ് ഉണ്ടാകത്തില്ല എന്ന്. ആൻഡ് അപ്കമിങ് ബാച്ചിൽ ഓൺഗോയിങ് ബാച്ചിൽ നിങ്ങൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. സോ അതിൻ്റെ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ടസ്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ള. ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു ഡെൽറ്റ എന്താണ്, ക്യുമുലേറ്റീവ് ഡെൽറ്റ എന്താണ്, വാല്യൂ ഹൈ ആൻഡ് വാല്യൂ ലോ എന്താണ്, ആൻഡ് POC എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു. സോ ഇതേപോലെയുള്ള ഇനിയും വീഡിയോ ഞാൻ മുന്നോട്ട് ചെയ്യാം. ഇതുവരെ ഞാൻ നിഫ്റ്റിയുടെ വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഐ ക്യാൻ ഡു മോർ. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് DEX T3 നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഡെന്നിൻ്റെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ ഡെന്നിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് DEX T3 നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.